ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ശ്രീലങ്കൻ പര്യടനം തുടരുന്നു. ഇന്ത്യയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഭവന പദ്ധതി ഗുണഭോക്താക്കളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റിയാദിൽ. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകൾ ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ. കേരളത്തിൽ കനത്ത ചൂട്. സുരക്ഷാ മുൻകരുതലുകൾ തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഇന്റർകാശിയെ നേരിടും. വാർത്തകൾ വിശദമായി. ശ്രീലങ്കൻ പര്യടനം തുടരുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് നുവാര ഏലിയയിൽ ഇന്ത്യയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഭവന പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ഇന്ത്യൻ വംശജരായ തമിഴ് സമൂഹവുമായി അദ്ദേഹം സംവദിച്ചു. ഭവന പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ 10,000 വീടുകൾ കൂടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ കൊളംബോയിൽ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ, പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ എന്നിവരുമായി ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് സൂചന. ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിന് ഔപചാരിക സ്വീകരണം നൽകി. തുടർന്ന് പ്രസിഡന്റ് ലീയും പത്നി കിം ഹിയ ക്യൂങ്ങും മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ചു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും ചർച്ച നടത്തും. തുടർന്ന് നടക്കുന്ന അത്താഴ വിരുന്നിലും അദ്ദേഹം പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം ശേഷിക്കെ പ്രചാരണം ഊർജ്ജിതം. താരപ്രചാരകരെ ഉൾപ്പെടെ അണിനിരത്തി പഴുതടച്ച പ്രചാരണത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ. ഈ മാസം 23-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-ന് നടക്കും. വിശദാംശങ്ങളിലേക്ക്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് പൂർബ മേദിനിപൂരിൽ പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരും BJP മുതിർന്ന നേതാക്കളുമായ JP നഡ്ഡ, രാജ്നാഥ് സിംഗ് എന്നിവരും ഇന്ന് പശ്ചിമബംഗാളിൽ പ്രചാരണ രംഗത്തുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖർഗെ കൂച്ച് ബെഹാറിലും സിലിഗുരിയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഖാർദാഹയിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ അഭിസംബോധന ചെയ്യും. അതിനിടെ വോട്ടെടുപ്പിന് മുന്നോടിയായി ഇന്ന് വൈകുന്നേരം മുതൽ ഭൂട്ടാനുമായുള്ള പ്രധാന അന്താരാഷ്ട്ര അതിർത്തികൾ താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനിച്ചു. വൈകുന്നേരം 5 മണി മുതൽ വോട്ടെടുപ്പ് ദിനം വൈകുന്നേരം 6 മണിവരെ അതിർത്തി കടന്നുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 152 മണ്ഡലങ്ങളിൽ 2193 ദ്രുത പ്രതികരണ സംഘങ്ങളെ വിന്യസിക്കും. അതിർത്തി പ്രദേശങ്ങളിലും സംഘർഷ സാധ്യതയുള്ള ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമാധാനപരവും ക്രമബദ്ധവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. മുതിർന്ന ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്തുണ്ട്. പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ റിയാദിൽ എത്തി. സൌദി ഊർജ്ജമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ, വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസൈബ് ബിൻ മുഹമ്മദ് അൽ ഐബാൻ എന്നിവരുമായി ശ്രീ ഡോവൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തൽ, ഊർജ്ജ സ്ഥിരത ഉറപ്പാക്കൽ, പ്രാദേശിക സാഹചര്യങ്ങൾ തുടങ്ങിയവ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഇറാനിയൻ ചരക്കുകപ്പൽ US പിടിച്ചെടുത്തു. US നേവിയുടെ മുന്നറിയിപ്പ് അവഗണിച്ച തൂസ്ക എന്ന കപ്പലിനെ നാവികസേന ചെറുത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി 2ാം ഘട്ട സമാധാന ചർച്ചകൾക്ക് ധാരണയായെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. അനുമതിയില്ലാതെ ഹൊർമൂസിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ പുനരാരംഭിക്കും. വാണിജ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വ്യാപാര ചട്ടക്കൂടുകൾ പുനഃക്രമീകരിക്കുവാനാണ് 3 ദിവസത്തെ ചർച്ചകൾ ലക്ഷ്യമിടുന്നത്.
തമിഴ്നാട്ടിലെ വിരുദനഗർ ജില്ലയിലെ പടക്ക നിർമ്മാണശാലയിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. തൊഴിലാളികൾ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ഇന്നലെ രാത്രി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെ ഉണ്ടായ രണ്ടാമത്തെ സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വനിതാ സംവരണ ബിൽ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. प्रधानमंत्री जी ने बताया कि आगे हम क्या प्रयास करना है वो तो कंटिन्यूस करेंगे. वो तो अभी तुरंत बता नहीं सकता, लेकिन कंटिन्यू तो करते रहेंगे. और कमिटमेंट है कि महिलाओं को अपना न्याय, उनका अधिकार देकर के ही रहेंगे. ये तो कमिटमेंट है. വയനാട് ടൌൺഷിപ്പിലെ വീടുകൾ മഴയിൽ ചോർന്നൊലിച്ചതല്ലെന്ന് മന്ത്രി കെ രാജൻ. വാട്ടർ ബോണ്ടിംഗ് പരിശോധന നടത്തിയതിന്റെ ഭാഗമായാണ് വെള്ളം കിനിഞ്ഞ പാട് ഉണ്ടായത്. ഈ മാസം 30-നുള്ളിൽ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വീടിന്റെ ഉടമയായ നൌഫലിനെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന താപനില. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ക്ലാസുകൾ നിർത്തിവയ്ക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് കൊടിയേറ്റം. ഈ മാസം 24-ന് ഇരു വിഭാഗങ്ങളുടെയും ചമയ പ്രദർശനങ്ങൾക്ക് തുടക്കമാകും. അന്ന് സാമ്പിൾ വെടിക്കെട്ടും നടക്കും. 25-നാണ് പൂര വിളംബര ചടങ്ങുകൾ. 26-ന് തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം എന്നിവയും പുലർച്ചെ പ്രധാന വെടിക്കെട്ടും നടക്കും. 27-ന് പകൽ പൂരത്തിന് ശേഷം ഉപചാരം ചൊല്ലി പിരിയും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഇന്റർകാശിയെ നേരിടും. രാത്രി 7:30-ന് ലുധിയാനയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-ന് അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 378 പോയിന്റ് ഉയർന്ന് 78,872-ലും നിഫ്റ്റി 110 പോയിന്റ് നേട്ടത്തിൽ 24,463-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 1,13,880 രൂപയും ഗ്രാമിന് 14,235 രൂപയുമാണ് ഇന്നത്തെ വില. വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും സർക്കാർ പദ്ധതികൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം സന്ദർശിക്കണമെന്നും PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. യൂറോപ്പിന് സ്വന്തമായി ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം അനിവാര്യമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി. പദ്ധതിയെക്കുറിച്ച് നിരവധി രാജ്യങ്ങളുമായി ചർച്ചകൾ നടന്നുവരുന്നതായും റഷ്യയുമായുള്ള സംഘർഷത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുകയാണ് പ്രധാന വെല്ലുവിളിയായി തുടരുന്നതെന്നും സെലൻസ്കി പറഞ്ഞു. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം 2 സാധാരണ പൌരന്മാരെ കൊലപ്പെടുത്തിയതായും 6 പേരെ തട്ടിക്കൊണ്ടുപോയെന്നും വെളിപ്പെടുത്തി പ്രമുഖ മനുഷ്യാവകാശ സംഘടനകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ശ്രീലങ്കൻ പര്യടനം തുടരുന്നു. ഇന്ത്യയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഭവന പദ്ധതി ഗുണഭോക്താക്കളുമായി ഉപരാഷ്ട്രപതി സംവദിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച ഉന്നതതല ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റിയാദിൽ. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകൾ ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ. കേരളത്തിൽ കനത്ത ചൂട്. സുരക്ഷാ മുൻകരുതലുകൾ തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഇന്റർകാശിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.